ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ജീവിതനിലവാരമുള്ള ഒരു വിജ്ഞാന നൂതനത്വ സമൂഹമാക്കി കേരളത്തെ വികസിപ്പിക്കുക എന്നതാണ് നാം ലക്ഷ്യമിടുന്നത്. അതിൻ്റെ അടിസ്ഥാന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വികസിത രാജ്യങ്ങൾക്ക് തത്തുല്യമായതോ അതിലും മെച്ചപ്പെട്ടതോ ആയ വികസന നേട്ടങ്ങൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കയ്യെത്തിപ്പിടിക്കാവുന്ന ദൂരത്തിലാണുള്ളത്. സംസ്ഥാന സർക്കാരിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് സുസ്ഥിര വികസന സൂചികയിൽ കേരളത്തിൻ്റെ 1ാം സ്ഥാനം. ദേശീയപാത വികസനത്തിൽ നിന്നും പിൻവാങ്ങുകയാണെന്ന് അതോറിറ്റി കേരള സർക്കാരിനെ അറിയിച്ചതിന് പിന്നാലെയാണ് നീക്കം. കുതിരാൻ ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. പലരും പാതി വഴിയിൽ യാത്ര അവസാനിപ്പിച്ചും മടങ്ങി. കുളമായ റോഡുകളിലൂടെ മലയാളിയുടെ ദുരിതയാത്ര. ഗവൺമെന്റ് ഹൈസ്കൂൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. സ്കൂൾ തുറന്ന് 1.5 മാസം കഴിഞ്ഞിട്ടും പാഠപുസ്തകങ്ങൾ എത്തിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന് ആയിട്ടില്ല. സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാരുമില്ല, മരുന്നുമില്ല. സപ്ലൈകോയിൽ നടക്കുന്ന വലിയ അഴിമതി. കേരളം ലോഡ് ഷെഡിംഗിലേക്ക്. 1ാം പിണറായി സർക്കാർ കിഫ്ബി രൂപീകരിച്ചതോടെയാണ് കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് അഭൂതപൂർവമായ കുതിപ്പ് കൈവരിച്ചത്. പശ്ചാത്തല സൗകര്യ വികസനത്തിലാണ് പ്രധാനമായും കിഫ്ബി മുഖേനയുള്ള പണം 90,000 കോടിയോളം രൂപ ഈ കേരളത്തിൽ ചെലവഴിച്ചിട്ടുള്ളൂ. നടക്കില്ല എന്ന് കണക്കാക്കിയ ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ ഇപ്പോൾ നടക്കും എന്ന നില എല്ലാവർക്കും വന്നല്ലോ. കേരളത്തിൽ ഹൈവേ വികസനം യാഥാർത്ഥ്യമായത് സംസ്ഥാന സർക്കാർ 7,000 കോടി രൂപ സ്ഥലമേറ്റെടുപ്പിനായി കേന്ദ്ര സർക്കാരിന് നൽകിയത് കൊണ്ട് മാത്രമാണ്. നാഷണൽ ഹൈവേ മാത്രമല്ല, ഒരു ഭാഗത്ത് തീരദേശ ഹൈവേ, വേറൊരു ഭാഗത്ത് മലയോര ഹൈവേ, ഇതിനും പുറമെ കോവളത്ത് നിന്ന് ബേക്കൽ വരെ നീളുന്ന ഒരു ജലപാത, അതിനു പുറമെയുള്ള നമ്മുടെ റോഡുകൾ എല്ലാം നല്ല നിരക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായതോടെ വിഴിഞ്ഞം ഇന്ത്യയുടെ അന്താരാഷ്ട്ര വാണിജ്യ വിപണിയുടെ കവാടമായി മാറി. ഇതുവരെ 480 കണ്ടെയ്നർ കപ്പലുകൾ തീരം അണഞ്ഞു കഴിഞ്ഞു. 8,867 കോടി രൂപയാണ് തുറമുഖത്തിന്റെ മുതൽ മുടക്ക്. ഇതിൽ 5,595 കോടി രൂപ സംസ്ഥാന സർക്കാർ നൽകി. 818 കോടി രൂപ കേന്ദ്രത്തിന് തിരിച്ചടയ്ക്കാനുള്ള വായ്പയാണ്. ഇന്ന് നാം കേരളത്തിന്റെ വ്യാവസായിക മുന്നേറ്റത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. രാജ്യത്തെ ഏറ്റവും വികസിത വ്യവസായങ്ങളുടെ ഹബ്ബാക്കി കേരളത്തെ മാറ്റുക എന്ന ദിശാബോധത്തോടെ 2ാം പിണറായി സർക്കാർ കേരളത്തിന്റെ വ്യാവസായിക നയം പുതുക്കി. സർക്കാരിന്റെ പുതിയ വ്യാവസായിക നയവും പശ്ചാത്തല വികസനത്തിൽ കൊണ്ടുവന്ന മാറ്റവും കേരളത്തെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഒന്നാമതെത്തിച്ചു. ഏറ്റവും സമ്പന്നമായ ഒരു വ്യവസായ സംസ്കൃതി ഇവിടെ രൂപപ്പെടുത്തുന്നതിൽ നമ്മുടെ ഗവൺമെൻറ് നിർവഹിച്ചിട്ടുള്ള പങ്ക് ചെറുതൊന്നുമായി എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ 4 വർഷക്കാലം കൊണ്ട് സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭ മേഖലയിൽ വിപ്ലവകരമായ മുന്നേറ്റമാണ് കേരളത്തിലുണ്ടായത്. ഓരോ വർഷവും 1 ലക്ഷം പുതു സംരംഭങ്ങളും ഇതിലൂടെയൊക്കെ 8 ലക്ഷം തൊഴിലും കേരളത്തിൽ സൃഷ്ടിച്ചു. ഞാനും എൻ്റെ 2 സ്റ്റാഫുകളും ചേർന്ന് തുടങ്ങിയ സ്ഥാപനത്തിൽ ഇന്ന് 110 എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ സ്ഥാപനത്തിന് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും വാണിജ്യ വ്യവസായ വകുപ്പിൽ നിന്നും നമുക്ക് ലഭിക്കാറുണ്ട്. സംസ്ഥാനത്ത് നിക്ഷേപക സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിച്ചതിലൂടെ
കേരള ഗ്ലോബൽ സമ്മിറ്റിൽ 400-ൽ പരം വ്യവസായികൾ നിക്ഷേപം നടത്താൻ സമ്മതപത്രം നൽകി. I'm always inspired how progressive the mindset is in Kerala and how as a state you've adopted technology and innovation to propel the economy and bring new opportunities to its people. ഇതിലൂടെ 1.5 ലക്ഷം കോടിയുടെ നിക്ഷേപവും അതിനൊപ്പം തൊഴിലും കേരളത്തിൽ സൃഷ്ടിക്കപ്പെടും. രാജ്യത്ത് ആദ്യമായി പൊതു ഇന്റർനെറ്റ് സംവിധാനം ഏർപ്പെടുത്തിയത് കേരളത്തിലാണ്. K-Phone. ഇന്റർനെറ്റ് ഉപയോഗം പൗരന്റെ അടിസ്ഥാന അവകാശമായി അംഗീകരിച്ച രാജ്യത്തെ ഒരേ ഒരു സർക്കാരാണ് നമ്മുടേത്. K-Phone വഴി കേരളത്തിലെ 20,000 കുടുംബങ്ങൾക്ക് സൗജന്യ ഇന്റർനെറ്റ് സംവിധാനം സർക്കാർ ഉറപ്പാക്കി. ഈ പ്രവർത്തനങ്ങളിലൂടെ കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി മാറി. IT മേഖലയിൽ ചരിത്ര നേട്ടം കൈവരിച്ച സർക്കാർ ഈ വർഷത്തോടെ IT കയറ്റുമതി 3 ഇരട്ടി വർദ്ധിപ്പിച്ച് 25,000 കോടി രൂപയിലെത്തിച്ചു. നമ്മുടെ സർക്കാർ കേരള സ്റ്റാർട്ടപ്പിനെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയാക്കി മാറ്റി. ഒപ്പം ഏഷ്യയിലെ നമ്പർ 1 അഫോർഡബിൾ ടാലന്റും ലോകത്തെ 4ാമത്തേതും ഇന്ന് കേരളമാണ്. കേരളത്തിലെ സ്റ്റാർട്ടപ്പുകൾക്ക് ഈ നേട്ടം കൈവരിക്കാനായത് നമ്മുടെ സർക്കാരിൻ്റെ ദീർഘവീക്ഷണത്തോടെയുള്ള പിന്തുണയും പ്രവർത്തനങ്ങളും കൊണ്ടാണ്. ദീർഘവീക്ഷണത്തോടെയുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഫലമായി കേരളം റിവേഴ്സ് മൈഗ്രേഷനിൽ ഏറ്റവും മുന്നിലാണ്. ലോകത്തെ ഏത് ദേശവും പുരോഗമിക്കുന്നത് പുത്തനാശയങ്ങൾക്ക് നിർമ്മിതിയും പിന്തുണയും നൽകുമ്പോഴാണ്. ഈ ദിശാബോധത്തോടെ കേരളത്തിൻ്റെ വികസനത്തിന് പുത്തനാശയങ്ങൾ രൂപീകരിക്കാൻ ദീർഘവീക്ഷണത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് K-Disc. K-Discന്റെ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ സംസ്ഥാനം ഒരു ഇന്നവേഷൻ ഹബ്ബായി മാറും. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വളർച്ചയാണ് നാടിന്റെ വികസനത്തിന്റെ അടിത്തറ എന്ന ദിശാബോധത്തോടെ സർക്കാർ 2019 കേരളത്തിന്റെ ശാസ്ത്ര നയം പരിഷ്കരിച്ച് ശാസ്ത്ര സാങ്കേതിക ഗവേഷണങ്ങൾക്കായി മികച്ച നിക്ഷേപങ്ങൾ നടത്തി. വിജ്ഞാന സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കാനായി സയൻസ് പാർക്കുകൾ രൂപീകരിച്ചു. അഡ്വാൻസ്ഡ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൾപ്പെടെ 8 ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്ഥാപിച്ചു. കേരള സർക്കാരിൻ്റെ കീഴിലുള്ള ആദ്യ BSL-3 സംവിധാനമാണിത്. ട്രാൻസ്ജനിക് ആനിമൽ ഫെസിലിറ്റി കോംപ്ലക്സ് ആകട്ടെ വൈറൽ രോഗ ഗവേഷണ രംഗത്തുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ സംരംഭവുമാണ്. ഓറൽ റാബീസ് വാക്സിൻ്റെ ഗവേഷണത്തിനും ജന്തുജന്യ രോഗങ്ങൾ തിരിച്ചറിയുന്നതിനുമെല്ലാം ഇത് സഹായകമാവും. രണ്ടാം നിപ്പ ഔട്ട്ബ്രേക്കിൽ രോഗനിർണയത്തിന് വേഗത കൂട്ടാൻ നിർണായകമായത് സംസ്ഥാന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തനമായിരുന്നു. രോഗനിർണയം വേഗത്തിലായതോടെ മരണനിരക്ക് ഗണ്യമായി കുറഞ്ഞു. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ കേരളത്തിലെ മുന്നേറ്റം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും പ്രതിഫലിച്ചു. കേരളത്തിന്റെ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ ദേശീയ ശരാശരിയേക്കാൾ മുകളിലാണ്. കേരളം ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ ആൻഡ് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റർ സിസ്റ്റത്തിലേക്ക് മാറിക്കഴിഞ്ഞു. ഇതിലൂടെ വിദ്യാർത്ഥികൾക്ക് നൈപുണ്യ വികസനം വിദ്യാലയങ്ങളിൽ നിന്ന് തന്നെ ലഭിക്കും. സ്ത്രീകളും SC/ST വിഭാഗങ്ങളും ആർജിച്ച വിദ്യാഭ്യാസ നേട്ടങ്ങളിൽ കേരളം ദേശീയ ശരാശരിയേക്കാൾ മുകളിലാണ്. നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി സ്കൂളുകളുടെ ഭൗതിക സാഹചര്യത്തിൽ വൻ കുതിച്ചുചാട്ടമുണ്ടായി. പാഠ്യ ഉപകരണങ്ങളെല്ലാം ഹൈടെക് ആക്കി മാറ്റി. രാജ്യത്ത് മറ്റേതൊരു സംസ്ഥാനവും ചർച്ച ചെയ്തു തുടങ്ങുന്നതിന് മുമ്പ് കേരളം നടപ്പിലാക്കും എന്നതിൻ്റെ പുത്തൻ ഉദാഹരണമാണ് നിർമ്മിത ബുദ്ധിയിൽ കേരളത്തിലെ അധ്യാപകർക്ക് പരിശീലനം നൽകുന്നത്.
ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കാൻ കായിക മേഖലയ്ക്ക് 2500 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനം ലക്ഷ്യം വെച്ചിട്ടുള്ള പദ്ധതി നടപ്പാക്കി. അതിൽ ഉൾപ്പെടുത്തി ഓരോ പഞ്ചായത്തിലും ഒരു കളിക്കളം വീതം നിർമ്മിച്ചു വരുന്നു. ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റും ഇത്രയധികം ഗവൺമെൻറ് ജോബ് സ്പോർട്സുകാർക്ക് കൊടുത്തിട്ടില്ല. കാരണം ഒരു വട്ടം 600 ചില്ലാൻ പേർക്കാണ് ഒരൊറ്റടിക്ക് അത് എല്ലാ ഇവൻറ്റിലും കൂടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സൗജന്യ ചികിത്സയിലൂടെ രാജ്യത്തിന് മാതൃകയാവുകയാണ് കേരളം. ഒരു 10 പൈസ എനിക്ക് ഇവിടെ വന്നാൽ ചിലവില്ല. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷകരമാണ് ഇവിടുത്തെ കാര്യങ്ങൾ. പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ആരും തള്ളും. ഇപ്പം അതല്ല കേട്ടാ, ഈ ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റിന് മുന്നിൽ നിൽക്കും. നമ്മുടെ സർക്കാർ കേരളത്തിലെ 14 ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ ആരംഭിച്ചു. 4 മെഡിക്കൽ കോളേജുകളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗം സ്ഥാപിച്ചു. സൗജന്യ ചികിത്സയ്ക്കായി 1600 കോടി രൂപയാണ് നമ്മുടെ സർക്കാർ പ്രതിവർഷം ചെലവഴിക്കുന്നത്. ഒരു കുടുംബത്തിലെ ഓരോരുത്തർക്കും 5 ലക്ഷം രൂപ വരെ ആരോഗ്യ പരിരക്ഷ നമ്മുടെ സർക്കാർ നൽകുന്നുണ്ട്. രോഗികൾക്ക് വീട്ടിലെത്തി സൗജന്യ ഡയാലിസിസ് ചെയ്യുന്ന പെരിറ്റോണിയൽ ഡയാലിസിസ് പദ്ധതി എല്ലാ ജില്ലയിലും ആരംഭിച്ചു. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന ടൂറിസം മുദ്രാവാക്യം ഇന്ന് അന്വർത്ഥമാകുന്നു. സർക്കാരിന്റെ നിശ്ചയദാർഢ്യത്തോടെയുള്ള പ്രവർത്തനത്തിന്റെ ഫലമായി കേരളത്തിന്റെ ടൂറിസം മേഖല കാലാനുസൃതമായ മാറ്റം കൈവരിച്ചു. ലോകത്തിന് കേരളത്തിന്റെ സംഭാവനയാണ് ഉത്തരവാദിത്വ ടൂറിസം. കേരളം ഉത്തരവാദിത്വ ടൂറിസത്തിൽ പുത്തൻ മാതൃകകൾ സൃഷ്ടിച്ചു. സ്ത്രീ പങ്കാളിത്തവും പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ ശക്തിപ്പെടുത്തലും ഒക്കെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് ലോക ടൂറിസം ഭൂപടത്തിൽ കേരളത്തിന്റെ ഉത്തരവാദിത്വ ടൂറിസം അംഗീകാരം നേടി. ചാമ്പ്യൻസ് ബോട്ട് ലീഗ്, കാരവൻ ടൂറിസം, സാഹസിക ടൂറിസം, ഡെസ്റ്റിനേഷൻ വെഡിങ് തുടങ്ങിയവ കേരളത്തിന്റെ പുത്തൻ ടൂറിസം മാതൃകകളാണ്. കേരളത്തിന്റെ പൈതൃക സംരക്ഷണത്തിനും നമ്മുടെ സർക്കാർ ഊന്നൽ നൽകുന്നുണ്ട്. കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് ഗ്രാമീണ റോഡുകളുടെ വികസനത്തിന് സർക്കാർ ഈ വർഷം 1000 കോടിയും ദേശീയ ജലപാതയ്ക്ക് 2000 കോടിയും നൽകി. കേരളത്തിലെ 5ാമത്തെ വിമാനത്താവളം ശബരിമലയിൽ ആരംഭിക്കാൻ നമ്മുടെ സർക്കാർ ഭരണാനുമതി നൽകിക്കഴിഞ്ഞു. 7000 കോടിയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. പ്രവാസി മലയാളികളുടെ ക്ഷേമത്തിനായി സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച പദ്ധതിയാണ് ലോക കേരള സഭ. പ്രവാസി കേരളീയരുടെ കൂട്ടായ്മയും സഹകരണവും പ്രോത്സാഹിപ്പിക്കുന്നതിനും സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനത്തിനായി പ്രവാസി സമൂഹത്തെ കൂടെ കൂട്ടുന്നതിനും അതോടൊപ്പം അവരുടെ പ്രശ്നങ്ങൾ ഫലപ്രദമായി ചർച്ച ചെയ്യുന്നതിനുമുള്ള ഒരു പൊതുവേദി എന്ന നിലക്കാണ് ലോക കേരള സഭയെ നാം കണ്ടത്. 5 പതിപ്പുകളായി കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന ഈ ബൃഹത് പദ്ധതി ഇന്ന് കേന്ദ്ര സർക്കാർ മാതൃകയായി ഏറ്റെടുത്തിരിക്കുകയാണ്. കേരളത്തിൽ ഇന്ന് ശക്തമായ പോലീസിംഗാണ് നിലവിലുള്ളത്. ഇന്ന് വനിതാ പോലീസുകാരുടെ അംഗബലം വളരെയധികം കൂടുതലാണ്. അതനുസരിച്ച് കുറ്റകൃത്യങ്ങൾ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. സ്ത്രീകൾക്ക് ഏത് സമയവും നിർഭയം അവർക്ക് വന്നൊരു വനിതാ പോലീസിനോടോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ വന്നിട്ട് അവർക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ പറയാനും അതിനുള്ള പരിഹാരം കാണാനും അവർക്ക് ഇന്ന് സാധിക്കുന്നുണ്ട്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ PSC നിയമനങ്ങൾ നടത്തിയത് കേരളമാണ്. അതോടൊപ്പം സ്ഥിതി സമത്വവും ലിംഗ സമത്വവും നമുക്ക് ഉറപ്പാക്കാൻ കഴിഞ്ഞു. ചരിത്രത്തിൽ ആദ്യമായി സ്ത്രീകൾക്ക് ബീറ്റ് ഓഫീസറായും ഫയർഫോഴ്സിലേക്കും നിയമനം നൽകി നമ്മുടെ സർക്കാർ. ഇന്ന് കേരളത്തിൽ കണ്ടുവരുന്ന മാറ്റങ്ങളുടെ എല്ലാം കാതൽ സംസ്ഥാന സർക്കാരിൻ്റെ ദീർഘവീക്ഷണത്തോടെയുള്ള വികസന പ്രവർത്തനങ്ങളാണ്. ഭരണം കൂടുതൽ ജനകീയവും വേഗവും കൈവരിക്കാൻ വേണ്ടി സർക്കാർ സേവനങ്ങൾക്ക് ഈ സംവിധാനം ഏർപ്പെടുത്തി. കരമടയ്ക്കാനൊന്നും നമ്മളിനിപ്പം വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല. നമ്മുടെ മൊബൈലിൽ തന്നെ അതിനുള്ള സംവിധാനങ്ങൾ വന്നു കഴിഞ്ഞു.
കെ സ്മാർട്ട് അവതരിപ്പിച്ചതിലൂടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങളും സർട്ടിഫിക്കറ്റുകളും ഒറ്റ ക്ലിക്കിൽ ജനങ്ങൾക്ക് ലഭ്യമായി. കെ സ്മാർട്ട് സേവനം വന്നതോടുകൂടി തന്നെ ഭരണ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ അപേക്ഷ ഒരു ദിവസം തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് നമ്മുടെ ലഭിക്കും. 40 ലക്ഷം ഫയലുകളാണ് കെ സ്മാർട്ടിലൂടെ തീർപ്പാക്കിയത്. കേരളത്തിന്റെ ഡിജിറ്റൽ ഭൂസർവേ സംവിധാനം രാജ്യത്തിന് തന്നെ മാതൃകയാവുകയാണ്. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത, സമ്പൂർണ്ണ ഇ സ്റ്റാമ്പിംഗ് തുടങ്ങിയവ നേടിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനവും കേരളമാണ്. ഹരിത കേരള മിഷനിലൂടെ മാലിന്യമുക്തമായ നവകേരളത്തിലേക്ക് നമ്മൾ ചുവടുവെച്ചു. ഹരിത കർമ്മസേനയുടെ നേതൃത്വത്തിൽ വീടുകളിൽ നേരിട്ടെത്തി മാലിന്യം ശേഖരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ശാസ്ത്രീയമായി സംസ്കരിച്ച് പുത്തൻ മാതൃക സൃഷ്ടിച്ചു. ബ്രഹ്മപുരത്തിൽ നിന്ന് പൂർണ്ണ തോതിൽ മാലിന്യം നീക്കം ചെയ്തത് കേരളത്തിന് രാജ്യശ്രദ്ധ നേടിക്കൊടുത്തു. ഇനി ഞാൻ ഒഴുകട്ടെ തുടങ്ങിയ ജനകീയ പ്രചാരണ പദ്ധതികൾ അവതരിപ്പിച്ച് നീർച്ചാലുകളും കുളങ്ങളും പുഴകളും വീണ്ടെടുത്ത് പൈതൃക കാവുകൾ സംരക്ഷിച്ചു. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന വലിയ ലക്ഷ്യവും കേരളം കൈവരിക്കാൻ പോവുകയാണ്. നമ്മുടെ സർക്കാർ സംസ്ഥാനത്ത് അതിദാരിദ്ര്യം അനുഭവിക്കുന്ന 64,000 കുടുംബങ്ങളെ കണ്ടെത്തി അവർക്ക് ഭൂമിയും വീടും തൊഴിലും നൽകി അവരെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചു. ഇന്ത്യയിൽ തന്നെ അതിദരിദ്രർ ഇല്ലാത്ത ആദ്യ സംസ്ഥാനമാണ് കേരളം. പട്ടിണിയില്ല, ഇല്ല. പണ്ടായിരുന്നു മോനെ പട്ടിണിയൊക്കെ. ഇപ്പൊ ഒരു പട്ടിണിയില്ല. ഈ പെൻഷനും കിട്ടാൻ ഭാവിച്ച് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയപ്പോ തൊട്ട് ഒരു പട്ടിണിയില്ല. തിന്നാൻ വയ്യാത്തവർ. കിടപ്പാടമില്ലാത്ത 5 ലക്ഷം കുടുംബങ്ങൾക്ക് ലൈഫ് പദ്ധതിയിലൂടെ ഭൂമിയും വീടും നൽകി അവരെ ചേർത്തു പിടിച്ചു. ഭയങ്കര സന്തോഷമുണ്ട്. എന്താ വെച്ചാൽ വീട് ഉറപ്പുള്ള വീടല്ലായിരുന്നു. ഒരു കാറ്റോ മഴയോ വന്നാൽ എൻ്റെ മക്കളെ കൊണ്ടായാലും വയസ്സെന്ന ഉമ്മായും വാപ്പായും കൊണ്ടായാലും ആ വീടിനകത്ത് സുരക്ഷിതമായിട്ട് കടക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പം മഴയും കാറ്റും വന്നാൽ ഒരു സമാധാനവും സന്തോഷമുണ്ട്. ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പറയുന്നത് എൻ്റെ വീടാണ്. ഈ അഭിമാന ബോധമാണ് സർക്കാർ 5 ലക്ഷം കുടുംബങ്ങളിൽ സൃഷ്ടിച്ചത്. ഭവനരഹിതരെ സംസ്ഥാനത്തെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4 ഫ്ളാറ്റ് സമുച്ചയങ്ങൾ നമ്മുടെ സർക്കാർ നിർമ്മിച്ചു. കുറെ കാലമായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഞാൻ സ്വന്തമായിട്ടൊരു ഭൂമി. 30-40 വർഷമായിട്ട് അമ്മയുടെ കൂട്ടത്തിലാണ് ജീവിക്കുന്നത്. സ്വന്തമായിട്ട് ഭൂമി കിട്ടിയപ്പം സന്തോഷം. എല്ലാവർക്കും ഭൂമി എന്ന നയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മുടെ സർക്കാർ നാളിതുവരെ 4 ലക്ഷം ഭൂരഹിതർക്ക് പട്ടയങ്ങൾ വിതരണം ചെയ്തു. കാലത്തിന് ശേഷം കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. മത്സ്യത്തൊഴിലാളി സമൂഹത്തെ സർക്കാർ ചേർത്ത് പിടിച്ചു. കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കിയ ഒരു ബൃഹത് പദ്ധതിയാണ് വുഡൻ ഹൾ ടു സ്റ്റീൽ ഹൾ കൺവേർഷൻ എന്ന പദ്ധതി. ഈ ബോട്ട് മിഷനെ കൊണ്ടാണ് 3 മക്കള്, ഒരു ജീവിത പങ്കാളി ഞാൻ പോറ്റി പോകുന്നത്. ഗവൺമെന്റ് നമുക്ക് വേണ്ടി നമ്മുടെ സ്വന്തം ഉപജീവനത്തിന് വേണ്ടി തന്ന ഉപജീവന മാർഗമാണ്. ഞങ്ങളുടെ ഹൃദയത്തിൽ കോടാനോടി നന്ദിയുണ്ട് നമ്മുടെ ഗവൺമെന്റിനോട്. പൊഴിയൂർ മുതൽ കോഴിക്കോട്ട് വരെ ഇങ്ങനെ ഓരോ ഫാക്ടറി കൊടുത്തിട്ടുണ്ട്. ആ ഫാക്ടറി പ്രകാരമാണ് ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾ ഇങ്ങനെങ്കിലും മെച്ചപ്പെട്ടിരിക്കുന്നത്. സർക്കാരിൻ്റെ 15 ലക്ഷം രൂപ എനിക്ക് കിട്ടി. ഇതിന് 20 വർഷം പഴക്കമുള്ളൊരു തടിബോട്ടാണ് എൻ്റെ ഇരുന്നത്. എനിക്കൊരു നല്ലൊരു ഇരുമ്പോട്ട് കിട്ടിയതിൻ്റെ നല്ലൊരു സന്തോഷമുണ്ട്. നല്ല സുരക്ഷിതമായിട്ട് ജോലി ചെയ്യാൻ പറ്റും. കടൽക്ഷോഭം കൊണ്ട് വിഷമത അനുഭവിച്ചവരെ പുനർഗേഹം പദ്ധതിയിലൂടെ പുനരധിവസിപ്പിച്ചു. സർക്കാരിൽ നിന്ന് ഞങ്ങൾക്ക് ഇത് കിട്ടിയതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം. ഇപ്പോഴുണ്ട് ഞങ്ങൾക്കൊരു മനസമാധാനം ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ അയൽ വീട് പോലും ഞാൻ തെണ്ടിയായി 3 മക്കളെ വളർത്തിയത്. ഇന്ന് ഞങ്ങൾ സന്തോഷമാണ്. ഞങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കയറി കിടക്കാം. ചെല്ലാനം സീ വാൾ പദ്ധതി പൂർത്തിയായതോടെ ചെല്ലാനം നിവാസികളുടെ തീരാ ദുരിതമൊഴിഞ്ഞു. ഞങ്ങളെ ഇവിടെ പണ്ട് ഒരുപാട് ഭയപ്പാടിലാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതൊക്കെ മാറി. ഞങ്ങൾക്ക് ഈ ലെറ്റർ പാഡ് വന്ന മുതൽ ഞങ്ങൾക്ക് വളരെ ആശ്വാസമായിട്ടുണ്ട്. ഇപ്പം ആൾക്കാർക്ക് കടലെന്ന് പറയുമ്പോൾ ഒരു ഭയമായിരുന്നു. അത് ഇപ്പോൾ എല്ലാം മാറി. എന്ത് കടൽ വന്നാലും ഈ ടെട്രപ്പുകൾ അവരെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ഉത്തമ ബോധ്യം കൊണ്ടാണ് അവരിപ്പോൾ പെരടാത്തി കിടന്നുറങ്ങുന്നത്.
സ്ത്രീ ശാക്തീകരണത്തിന് രാജ്യത്തിന് കേരളം നൽകിയ സംഭാവനയാണ് കുടുംബശ്രീ പദ്ധതി. 2021-2022 കുടുംബശ്രീയുടെ കീഴിലുണ്ടായിരുന്ന സംരംഭങ്ങളുടെ എണ്ണം 85,039 അത് നമ്മുടെ സർക്കാർ വന്നതിന് ശേഷം 1.5 ലക്ഷമായി വർദ്ധിച്ചു. സാധാരണ ഒരു വീട്ടമ്മയായിരുന്ന ഞങ്ങൾ 5 പേരും സാമ്പത്തികമായിട്ടും എല്ലാ രീതിയിലും ഞങ്ങൾക്ക് വളരെയേറെ കുടുംബശ്രീ വന്നതിന് ശേഷം ഞങ്ങൾക്ക് വളരെയേറെ പുരോഗതിയുണ്ട്. ഭൂരഹിതരായ പട്ടിക വിഭാഗങ്ങൾക്ക് ഭൂമിയും വീടും ഉറപ്പാക്കി. ഭവന നിർമ്മാണത്തിനായി 9 വർഷത്തിനുള്ളിൽ 33,058 പട്ടികജാതിക്കാർക്ക് 1,653 ഏക്കർ ഭൂമിയാണ് നൽകിയത്. എനിക്ക് ഒരു ചെറിയൊരു വീടാണ് ഉണ്ടായിരുന്നത്. അവിടെ ബുദ്ധിമുട്ട്, മഴ പെയ്താൽ വെള്ളത്തിന്റെ ബഹളമായിരിക്കും. രാത്രിയൊക്കെ ഞങ്ങൾ ഉറക്കമൊഴിച്ചിരുന്നാണ് നോക്കുന്നത് കൊച്ചുങ്ങളെയൊക്കെ. അതൊക്കെ അറിയുമ്പോൾ ഞങ്ങൾക്ക് വിഷമമുണ്ട്. പദ്ധതിക്ക് അപേക്ഷിക്കുന്നതിനുള്ള പ്രായപരിധിയും വരുമാന പരിധിയും ഉയർത്തി. അങ്ങനെ നമുക്കൊരു വീട് തന്നതാണ് ഗവൺമെന്റ്. അപ്പോൾ അങ്ങനെ തന്ന് നമ്മൾ ഭയങ്കര അതിൽ ഏറെ സന്തോഷിക്കുന്നുമുണ്ട്. ആർക്കും യാതൊരു ഉപയോഗമില്ലാതെ ഇഴയന്തുകളോ കയറി കിടന്നൊരു പ്രദേശമായിരുന്നു ഇത്. അപ്പോൾ ഇത് ഈ സംസ്ഥാന ഗവൺമെൻറ് തരിശുനിലം കൃഷിയോഗ്യമാക്കുന്നതിനുള്ള പദ്ധതി കൃഷി വകുപ്പ് മുഖേന ലഭ്യമായ ഈ പദ്ധതി ഉപയോഗിച്ചാണ് ഞങ്ങൾ ഇത് വെട്ടിത്തെളിച്ച് ഇവിടെ കൃഷി ഇറക്കുകയാണ് ചെയ്തത്. ഇതിനുവേണ്ടി കൃഷി വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് 100% സപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. കേരളത്തിൽ മാത്രമാണ് 1 കിൻഡൽ നെല്ലിന് 7 രൂപ 92 പൈസ സർക്കാരും കൂടെ സബ്സിഡി കൊടുത്ത് 28 രൂപ 32 പൈസ കിട്ടുന്നത്. അത് കേരള സംസ്ഥാനത്ത് മാത്രമല്ല ഇന്ത്യയിൽ. രണ്ടാം കൃഷിക്ക് കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് നമുക്ക് 1,900 രൂപ കിട്ടുന്നു. 1,900 രൂപ എന്ന് പറയുമ്പം 400 ചില്ലാനും ഏക്കറുണ്ട്. 4-8 ലക്ഷം രൂപയുടെ അടുത്തത് നമുക്ക് കിട്ടുന്നുണ്ട്. സർക്കാർ തരുന്നത്, നമ്മുടെ സംസ്ഥാന സർക്കാർ തരുന്ന. യുവതലമുറകൾക്ക് കൃഷി ചെയ്യാനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും കേരളത്തിലുണ്ട്. അത് വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ കൂടെയുണ്ട്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കിയ നമ്മുടെ സർക്കാർ മുൻഗണനാ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും റേഷൻ കാർഡുകൾ നൽകി. ആദിവാസി ഊരുകൾക്ക് സഞ്ചരിക്കുന്ന റേഷൻ കട ഏർപ്പെടുത്തി. ഞങ്ങളെപ്പോലെയുള്ള യാതൊരു വരുമാനവും ഇല്ലാത്ത പാവങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു രക്ഷയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങൾ കേന്ദ്ര പദ്ധതികളിലൂടെ ഒരാൾക്ക് നൽകുന്ന ക്ഷേമ പെൻഷൻ 200 രൂപയാണെന്നിരിക്കെ കേരളം 60 ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷൻ മുടക്കമില്ലാതെ നൽകി വരുന്നു. ജലജീവൻ മിഷനിലൂടെ ഗ്രാമീണ മേഖലയിലെ എല്ലാ വീടുകളിലും പൈപ്പിലൂടെ കുടിവെള്ളം നമ്മുടെ സർക്കാർ എത്തിച്ചു. മൺട്രോത്തുരുത്തിൽ ആകെ ഒരു ഓവർഹെഡ് ടാങ്ക്, ഒരു കൊച്ചു ടാങ്കായിരുന്നു ഉള്ളത്. അന്ന് പല പ്രദേശങ്ങളിലും വെള്ളം കിട്ടത്തില്ലായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ അങ്ങ് അല്ല പനമ്പിലൊക്കെ ആയിരുന്നു പോകുന്നത്. ഇറങ്ങി കയറണമായിരുന്നു. അന്ന് പാലം ഒന്നുമില്ല. നമ്മുടെ ഗവൺമെന്റിന്റെ പുതിയ പദ്ധതിയായ ജലജീവൻ മിഷന്റെ പദ്ധതി വന്ന് കണക്ഷൻ ഇല്ലാത്ത മുഴുവൻ വീട്ടുകാർക്കും കുടിവെള്ളം എത്തിക്കുന്ന ഒരു ബൃഹത്തായ പദ്ധതി വന്നതിന് ശേഷം ആർക്കും വെള്ളത്തിന്റെ പ്രശ്നം ഇവിടെ ഉദിക്കുന്നില്ല. ജലജീവൻ മിഷന്റെ 9 ലക്ഷം ലിറ്റർ വെള്ളം ശേഖരിക്കാൻ കഴിയുന്ന ടാങ്ക് നിർമ്മിച്ചു. അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളതാണിപ്പോൾ. സന്തോഷമല്ലയോ മുറ്റത്ത് വെള്ളം വന്നതും. പണ്ട് വെള്ളത്തിന് വലിയ ക്ഷാമമായിരുന്നു. ഇപ്പോഴെനിക്ക് വെള്ളത്തിന് എങ്ങും പോകണ്ട, വെള്ളത്തിന് പ്രയാസമില്ല, ഇഷ്ടം പോലെ വെള്ളമുണ്ട്. വെള്ളം കിട്ടുന്നതിൽ വലിയ കാര്യമില്ല, വെള്ളം കിട്ടിയതിലാണ് സന്തോഷം. പാവപ്പെട്ടവരുടെ മാത്രം സർക്കാരാണ്. മഴയും ഒന്നും കയ്യിലില്ല, റേഷൻ കാർഡില്ല, ആധാറില്ല, മക്കള് പഠനത്തിൻ്റെ ഒന്നുമില്ല. ഇത്രയും കാലത്തെ സമ്പാദ്യം മൊത്തം നഷ്ടപ്പെട്ടു. ക്യാമ്പ് കൊടുന്നാക്കി മരുന്നെല്ലാം തന്ന് ഡോക്ടർമാർ ചികിത്സിച്ച് ഞങ്ങൾ അങ്ങനെ അതിൽ നിന്ന് അങ്ങനെയാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ഞങ്ങൾ മണ്ണടഞ്ഞിട്ടുണ്ടാവും. വയനാട് ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസത്തിനായി ടൗൺഷിപ്പ് നിർമ്മിച്ചു നൽകുന്നു. ജനുവരിയോടെ ആദ്യഘട്ട പുനരധിവാസം പൂർത്തിയാകും. എനിക്ക് വീട് ഒരുക്കി തന്നിട്ടുണ്ട് ഇവിടെ കൽപ്പറ്റയിൽ തന്നെ. അപ്പോൾ ഇതിൻ്റെ ഒരു സന്തോഷത്തിൽ ഞങ്ങൾ ഇരിക്കുകയാണ്. പ്രളയം, ഓക്കി, കോവിഡ് തുടങ്ങിയ പ്രതിസന്ധികളിൽ തളരാതെ ഒരു ജനതയെ ചേർത്ത് പിടിച്ച്
അതിനെയൊക്കെ തൻ്റെ ഇടത്തോടെ അതിജീവിച്ചു നമ്മുടെ സർക്കാർ. ഓഗിയിൽ അച്ഛൻ മരണപ്പെട്ട സമയം എൻ്റെ അനിയൻ ഡിഗ്രിക്ക് പഠിക്കുകയായിരുന്നു. അപ്പം അവന് വിദ്യാഭ്യാസ സഹായമായിട്ട് 1 ലക്ഷം രൂപ നെക്സ്റ്റ് വർഷം തന്നെ ലഭിക്കുകയുണ്ടായി. അവൻ്റെ പഠനം കഴിയുന്നതുവരെ ഈ സഹായം നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ചുഴലിക്കാറ്റ് വന്ന പിറ്റേ മാസം തന്നെ ഞങ്ങൾക്ക് വില്ലേജ് ഓഫീസ് വഴി ഞങ്ങൾക്ക് 10,000 രൂപ വീതം 3 മാസം തരികയുണ്ടായി. അതിനുശേഷമാണ് ഈ 20 ലക്ഷം രൂപ ട്രഷറിയിൽ നിക്ഷേപിക്കുകയും ആ ക്യാഷിൻ്റെ പലിശ ഞങ്ങൾക്ക് തന്ന് അത് ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായി. കേരളത്തിൻ്റെ കോവിഡ് മാനേജ്മെൻറ്റിന് അന്താരാഷ്ട്ര ശ്രദ്ധയും അംഗീകാരവും ലഭിച്ചു. കോവിഡ് കാലത്ത് ആരും പട്ടിണി കിടക്കരുത് എന്ന് നമ്മുടെ സർക്കാർ ഉറപ്പിച്ചു. അതിനുവേണ്ടി എല്ലാ പഞ്ചായത്തിലും ജനകീയ ഭക്ഷണശാലകൾ തുറന്നു. റീബിൽഡ് കേരള എന്ന പദ്ധതിയിലൂടെ പ്രളയാനന്തരം റോഡുകൾ മികച്ച മാതൃകയിൽ പുനർനിർമ്മിച്ചു. അസാധ്യമെന്ന് കരുതി മാറ്റിവെച്ച വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിന് ആവശ്യമാണെന്ന് കണ്ട് അവയെല്ലാം നിശ്ചയദാർഢ്യത്തോടെ നമ്മുടെ സർക്കാർ സാധ്യമാക്കി. അസാധ്യമെന്ന് കരുതിയ ഗെയിൽ പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമായതോടെ വീടുകളിൽ പൈപ്പ് ലൈൻ വഴി LPGയേക്കാൾ 30% വിലക്കുറവോടെയാണ് ഇന്ധനം എത്തിത്തുടങ്ങിയത്. പുതുവൈപ്പിൻ NLG ടെർമിനലും സർക്കാരിൻ്റെ ഇച്ഛാശക്തിയോടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് യാഥാർത്ഥ്യമായത്. അസാധ്യം എന്ന് കരുതിയയിടത്തു നിന്നും KSRTC ലാഭത്തിൽ ഓടിത്തുടങ്ങി. കൂടാതെ ജീവനക്കാർക്ക് കൃത്യസമയത്ത് ശമ്പളം നൽകാനും കഴിഞ്ഞു. സ്വിഫ്റ്റ് സർവീസുകൾ അവതരിപ്പിച്ചതോടെ KSRTCയുടെ ജനപ്രീതി വർദ്ധിച്ചു. 9 വർഷം കൊണ്ട് KSRTCയുടെ നവീകരണത്തിന് 10,000 കോടി രൂപയാണ് നമ്മുടെ സർക്കാർ നൽകിയത്. ഇന്ന് രാജ്യം നമ്മുടെ കൊച്ചി വാട്ടർ മെട്രോ പദ്ധതിയെ മാതൃകയായി ഏറ്റെടുത്തിരിക്കുകയാണ്. കൊച്ചി മെട്രോ ലാഭത്തിലായതോടെ ഇന്ത്യയിലെ മറ്റ് മെട്രോ നഗരങ്ങൾ നമ്മുടെ പ്രവർത്തന ശൈലി അനുകരിക്കാൻ മത്സരിക്കുകയാണ്. പ്രകടന പത്രികയിൽ പറഞ്ഞ എല്ലാ വികസന പ്രവർത്തനങ്ങളും സമയബന്ധിതമായി പൂർത്തിയാക്കി പുതിയവയ്ക്ക് തുടക്കം കുറിച്ചു. ചെയ്ത വികസന പ്രവർത്തനങ്ങളെല്ലാം ജനങ്ങളുടെ മുമ്പിലേക്ക് പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ അവതരിപ്പിച്ച രാജ്യത്തെ ഏക സർക്കാരാണ് നമ്മുടേത്. നവകേരള കർമ്മ പദ്ധതികളുടെ കാര്യക്ഷമമായ മുന്നോട്ടുപോക്കിൻ്റെ പിന്നിലുള്ള കാരണവും മറ്റൊന്നല്ല. എല്ലാ തരത്തിലും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് ഈ സദസ്സുകൾ വലിയ സഹായകരമാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. പ്രതിസന്ധികളിൽ തളരാതെ, ഉപരോധങ്ങളിൽ പതറാതെ വികസനോന്മുഖമായ പദ്ധതികളും കരുതലുമായി നമ്മുടെ സർക്കാർ തുടരും.